ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ രണ്ടുപേർക്കും? ഇല്ല. 2021 ലാസ്റ്റ് ദിവസമാണ്. അയ്യോ, അത് പറഞ്ഞു ശരിയാവല്ലേ? ഈ ന്യൂ ഇയർ ദിവസമാണ് നമുക്ക് 10 രൂപ കാശ് കിട്ടണം, അറിയാവാ? നിങ്ങൾ ചാടിച്ചാടി നിൽക്കി. അതങ്ങനെ ശരിയാവാ? ഈ ചാടിച്ചാടുന്ന മദ്യം താഴെ പോവില്ലേ? അതല്ല പറഞ്ഞത്. ഇയാളെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് നില്ല്. അത് ഞാൻ നിന്നോളാം. ഇന്ന് കൊറേ കാശ് ടിപ്പ് കിട്ടുന്ന ദിവസം, അതുകൊണ്ടാ പറയണത്. നോക്കി നോട്ടാ. ഇടേ ആ നിൽക്കുന്ന ഒരു കോടീശ്വരനാ. ഉണ്ടാ പുള്ളിയെ ഞാൻ ഡീൽ ചെയ്തോളാം, നിങ്ങൾ ബാക്കിയുള്ളവർ ഡീൽ ചെയ്യും. ശരി, ഇപ്പൊ മേടിച്ചെടുക്കാൻ നോക്ക്. സാർ ആരാണ്? വെയിറ്ററാണ്. നോ, നിങ്ങളല്ല വെയിറ്റർ, ഞാനല്ലേ വെയിറ്റർ. ഞാൻ എത്ര നേരമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു? അപ്പൊ ഞാനല്ലേ വെയിറ്റർ. സോറി സാർ. സാറിനെ കണ്ടാൽ അറിയാം നന്നായിട്ട് റം അടിക്കുന്നു. ഞാൻ ഡ്രം അടിക്കാറുണ്ട്, കരോളിന്റെ ഡ്രം അടിക്കാറുണ്ട്. റം അടിക്കണ കാര്യല്ല, റമ്മ്. ഇന്നത്തെ ദിവസം ന്യൂ ഇയറിൽ റമ്മിലായിക്കോളാം. എടുക്കട്ടെ സാറേ. യെസ്, പറയൂ. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താണത്? ഇങ്ങോട്ട് വരൂ, പറഞ്ഞോളൂ. സ്നേഹം കൊണ്ട് പറയുക, സാറ് മദ്യപാനം നിർത്തണം. എടാ, എന്റെ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി അവള് പറഞ്ഞ എന്നോട് മദ്യപാനം നിർത്താൻ. ഞാൻ ഇതേവരെ നിർത്തിയിട്ടില്ല. ഒരു പരിചയമില്ലാത്ത നിന്റെ വാക്കും കേട്ട് ഞാൻ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ അവക്കത് അപ്പ ഈഗോ അടിക്കില്ലേ? അതുകൊണ്ട് ഞാൻ മദ്യപാനം നിർത്തില്ല. ഇനി അവള് പറഞ്ഞാലും ഞാൻ മദ്യപാനം നിർത്തില്ല, കാരണം നിനക്ക് ഈഗോ ആയിരിക്കും. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ദേവനാരായണൻ. എന്തുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? അയ്യോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. നീ ആകെ തടിച്ചിട്ടോ, ഭയങ്കരമായിട്ട് നീ തടിച്ചു. അയ്യോ, ഞാൻ 120 കിലോ, 10 കൊല്ലമായിട്ട് 120 കിലോ. ഒരിക്കലുമില്ല ഫെർണാണ്ടസ്, വാ 2 പെഗ് അടിക്കാം. അയ്യോ, നിങ്ങൾ ആള് മാറിപ്പോയി. ഇല്ല, നീ തന്നെയാണ് ഫെർണാണ്ടസ്. വന്നേ 2 പെഗ് അടിക്കും. അതെ, ഇതൊരു വേദനിക്കുന്ന കോടീശ്വരനാണെന്നാ തോന്നണേ. കുറച്ചു നേരത്തേക്ക് ഞാൻ ഫെർണാണ്ടസ്, എന്റെ ദേവനാരായണെന്ന് വിളിക്കണ്ട. ഫെർണാണ്ടസ് ഓക്കെ അല്ലേ? ഫെർണാണ്ടസ് എന്താ കഴിക്കുന്നത്? വിസ്കി, ബ്രാൻഡി ഓർ റം? ഫെർണാണ്ടസ് വിസ്കി കഴിക്കുള്ളൂ. ഫെർണാണ്ടസ് വിസ്കി കൊടുക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നെറ്റിയിൽ എന്താണ് എന്തോ ഒരു പാടാ? അത് കഷ്ടപ്പാടായിരിക്കും. പോയില്ലേ? പോയി. എന്നിട്ട് എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ്? ബിസിനസ് ഒക്കെ നല്ല എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഭംഗിയായിട്ട് പോകുന്നു. പേര് മറന്നു. അയ്യോ, അറിയില്ലേ? സ്റ്റീഫൻ നെടുമ്പള്ളി. നീ എല്ലാം മറക്കുന്നു. സോഡ കഴിച്ചേ. മോനെ, ചില്ലി ചിക്കൻ ഉണ്ടോ? ചില്ലി ചിക്കൻ ഉണ്ട്. ഒരു 2 ചില്ലി ചിക്കൻ, ഒരു 3 പാഴ്സലും. എന്ത് വേണമെങ്കിലും. സോഡ ഇത്തിരി വെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒഴിച്ച് കഴിക്കൂ. സോഡ സ്റ്റീഫൻ നെടുമ്പള്ളി കഴിക്കുന്നില്ലേ? പിന്നെ ഞാൻ എടുത്തേക്കല്ലേ. അപ്പൊ ജിയേഴ്സ്. ന്യൂ ഇയർ അല്ലേ? ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോഡ പൊട്ടിച്ച് അവിടെ വെച്ചേക്കും മോനെ. ഓക്കെ, ഞാനൊരു 5 കീറൂട്ടാ. 5 കീറും. 5 എത്ര വേണമെങ്കിലും കീറിക്കോ. വേണമെങ്കിൽ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിക്കോ. ഈ ബാറ് വേണമെങ്കിൽ നമുക്ക് വിലക്ക് വാങ്ങാം ഇന്നത്തേക്ക്. എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളി. ചിക്കൻ നന്നായിട്ടല്ലേ? എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. ഞാൻ സ്റ്റെബിലൈസർ ചെയ്താണ് കൈയൊക്കെ. അതല്ലേ, ധൈര്യമായിട്ട് കഴിച്ചോളൂ. എന്തൊരു പരിപാടിയാ കാണിച്ചത്? എത്ര നേരമായിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ വരാന്ന് പറഞ്ഞോണ്ട് നോക്കി നിൽക്കുവാ ഞാനവിടെ. ഫെർണാണ്ടസ്, ഭാര്യയെ പുറത്ത് നിർത്തിയിട്ട് അകത്ത് വന്ന് 2 നിപ്പലടിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ആരുടെ ഭാര്യയോ? ഇങ്ങനെ വന്ന ഓട്ടോയുടെ ഡ്രൈവറാ ഞാനേ. ഓട്ടോ ഡ്രൈവറാണോ? നിങ്ങളുടെ ഇത്രയും വലിയ ആധികാരികതയൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. അതെ സ്റ്റീഫൻ, അയാൾ സ്ഥിരം ഇങ്ങനെ ഓട്ടോയിലേക്ക് പോകുന്ന വണ്ടിയുടെ ആളാ. എന്നെ വീട്ടിൽ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട് അറിയാൻ പറ്റില്ല, ബോധം പോവും. അങ്ങനെ ബോധം പോയി ഞാൻ 2 പ്രാവശ്യം കൗൺസിലറുടെ വീട്ടിൽ ചെന്ന് കയറി. അത് ബോധം പോയിട്ടല്ല, അത് നല്ല ബോധത്തോടെ തന്നെയാണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ അറിയാതിരിക്കുമോ? സാറ് എന്തോ ഇത് പാ ഇങ്ങോട്ട്. വെയിറ്റ്, ഞാനേ ഈ സാറ് നിർബന്ധിച്ചുകൊണ്ട് 2 അടിച്ചത്. അവിടെ ഇരിക്കും. ഒരു ബ്രാൻഡി അടിക്കുന്നു. ബ്രാൻഡി കഴിക്കുന്നു. ബ്രാൻഡി ഞാൻ ചെവിക്കുട്ടി കുറഞ്ഞങ്ങ് തരും കേട്ടോ. മദ്യം കഴിക്കണ്ട, ചിക്കൻ പറയട്ടെ. ഞാൻ തന്തയ്ക്ക് പറയട്ടെ. ഇപ്പൊ എനിക്ക് അവിടെ ഇരിക്കും. ഇപ്പൊ പെട്ടെന്ന് വന്നോണം. ഞാൻ വരാം. വെയിറ്റും ചാർജ് കൂടുവേ. ഭയങ്കര ചൂടത്തിയാണ്. ലോട്ടറി അടിക്കുന്ന സമയത്താണ് വന്നിട്ട് ചൂടാവുന്നത്. സാർ കഴിക്കാൻ എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള മദ്യം ഉണ്ടോ? ഓർഗാനിക് ആയിട്ടുള്ള മദ്യമൊന്നും ഇല്ല. കഴിക്കാത്തവര് കഴിച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ള മദ്യം. ഒരു കാര്യം, ഒരു വിസ്കി 90 എടുക്കും. വിസ്കി 90 അല്ലേ? ഓക്കേ, ആ ഗ്ലാസ്. സോറി, ഈ ഗ്ലാസ്സിലല്ല. പിന്നെ ഗ്ലാസ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർഗാനിക് ഗ്ലാസ് ആണ്. ഓർഗാനിക് ഗ്ലാസ്.
അങ്ങോട്ട് പോന്നെ. ഹൈജീനിക് ആരാ വിളിക്കുന്നത്? വിളിച്ചല്ല, ഗ്ലാസ് വൃത്തിയാക്കിയതാ മാഷേ. ഞാൻ വിചാരിച്ച് പല്ലി അലക്കണായിരിക്കും. ഒഴിച്ചോട്ടെ, ഒഴിക്കാലോ. നന്നായിട്ട് കഴിക്കും. ഒരു ബീർ കൂടി പറഞ്ഞാലോ? പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ. മോനെ ബീറുണ്ടാ? എപ്പോഴും നീറ്റായിട്ട് പോകാന്നുള്ളത് അതാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, മാക്സിമം സാർ കഴിക്കും, സാർ കഴിക്കും, സാർ കഴിക്കും. അറിയാതെ ശീലിച്ചു പോയ ഒരു സംഭവമായി പോയി, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. ഓക്കെ, പിടിച്ചിട്ടാ കിക്കായി. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ഞാൻ ഉപഷാപ്പാ. പിന്നെ ഞാൻ എത്ര വേണമെങ്കിലും കീറും. അതെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓർഗാനിക് ആണല്ലോ. അതെ അതെ അതെ. ഏതാ ഈ ഓർഗനൈസർ? കുറെ നേരമായില്ല. ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങൾ, അതെ. ഓരോരോ ശൈലികള്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ നിലവിളിക്കും. അതാ നന്നായിട്ട് അടിച്ച. ഇവിടെ കിടന്ന് കരയരുതടാ, ഇന്ന് ന്യൂ ഇയർ. നിങ്ങൾ ഇത് അറിയില്ല. എന്താണ് ഈ പുള്ളി കാണിക്കുന്നത്? അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കണം. എണീക്കോ, എണീക്കാൻ. അങ്ങനെ പറയരുത്. എണീക്കണം ഇവിടുന്ന്. എന്താണ്? ആൾക്കാർ വെള്ളം ഒഴിച്ച് വാള് വെക്കണം, മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് വന്ന് കിടക്കണ. അതിന്റെ ഒരു ഞാൻ ഹൈജീനിക് ആണ്. ഹൈജീനിക്ക് എണീറ്റ് എവിടുന്ന്? താഴെ എനിക്ക് ഹലോ, എന്താ ഇവിടെ കിടക്കുന്നത്? ഫെർണാണ്ടസ് അല്ല. ഫെർണാണ്ടസ്. അയ്യോ, ഫെർണാണ്ടസ്. ഫെർണാണ്ടസ്. എന്റെ ഞാനിവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു അവര്. ഏയ്, നീ എന്ത് ഫ്രണ്ട് ഫെർണാണ്ടസ് കിടക്കാൻ പാടില്ല, ഇരിക്കും. അല്ല സ്റ്റീഫ, ഞാനാണ് ഫെർണാണ്ടസ്. ആരാരാ? ഫെർണാണ്ടസ്. നോ, ഇതാണ് എന്റെ ഫെർണാണ്ടസ്. അല്ല, നീ ആകെ തടിച്ച് ഭയങ്കര ഇതായിട്ടോ. പണ്ട് മെലിഞ്ഞിരുന്ന ആളാ നീ. ഞാൻ പഴയ പോലെ തന്നെയാണ്. വല്ലാതെ തടിച്ചു നീ. നീ ഇരിക്കും. ഫെർണാണ്ടസിന് എന്താന്ന് വെച്ചാൽ കൊടുക്കും. അല്ല, ഞാനാണ് ഫെർണാണ്ടസ് ശരിക്കും. ഞാൻ പോടും. ആരേതാണ്? ഞാൻ കുറച്ചു നേരം ഇവിടെ വന്നിരുന്നത് നമ്മൾ കഴിച്ച് കമ്പനി അടിച്ച് സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ഫ്രണ്ട് ഫെർണാണ്ടസ്. ഇവൻ കഴിച്ച എന്റെ കാശ് അവൻ തന്നെ കൊടുത്തോളൂ കേട്ടോ, ഞാനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ 2 ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ ക്യാൻസൽ. ഞാൻ വിസ്കിയാ തുടങ്ങിയത്. അപ്പൊ വിസ്കി തന്നെ ആയിക്കോട്ടെ. കൊടുക്കൂ. എന്റെ പേരെന്താ? എന്റെ പേര് ഫെർണാണ്ടസ്. ശരിക്കും ഇതിനു മുമ്പ് ഞാനായിരുന്നു ഫെർണാണ്ടസ്. നോ. അതെ, ഇതാണ് എന്റെ ഫ്രണ്ട് ഫെർണാണ്ടസ്. ഞാനാണ് ഫെർണാണ്ടസ്. നോ, നിങ്ങളല്ല. നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് എന്റെ ഫ്രണ്ട് ഫെർണാണ്ടസ്. ഞാനാണ് ഫെർണാണ്ടസ്. ഞാനാണ് ഫെർണാണ്ടസ്. ഞാനാണ് ഫെർണാണ്ടസ്. അയ്യോ, വരൂ, നമുക്ക് പോകാം. ഈ ബാലക്കാരൊക്കെ മേക്കപ്പ് പോലും അടിക്കാതെ അടിക്കാൻ വന്നേക്കണേന്ന്. എടോ, ഞാൻ കാലനാണ്. കാലൻ. എന്റെ വീട് എവിടെയാണ്? ബാലനല്ല, കാലൻ. അല്ല, ഇപ്പൊ എവിടെ പോകുന്ന കാര്യം പറഞ്ഞത്? ഞാൻ പിന്നെ ഈ ഓട്ടോയും കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? പോകാമെന്ന് വന്നോണ്ടെ പറഞ്ഞു കേട്ടില്ലയോ? അയ്യോ, ഞാൻ വിളിച്ചതല്ല. ചിലപ്പോ ഇത് യൂബർ ആയിരിക്കും. യൂബർ. ഓ, യൂബറിലെ ഡ്രൈവർമാരൊക്കെ ഈ വേഷത്തിലാണ് ഇപ്പൊ ഇറങ്ങി. ന്യൂ ഇയർ അല്ലേ? അതെ, നിങ്ങൾ ഒരു ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ട് വന്നോണ്ടേ ഒരെണ്ണം അടിക്കാന്. ഞാൻ കാലനാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വേദ ചിരിപ്പിക്കല്ലേ? നിങ്ങൾ ഇന്ന് മരിക്കും. നിങ്ങൾ 4 പേരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് ഞാൻ. ID കാർഡ് ഉണ്ടോ? ഞങ്ങൾക്ക് ID കാർഡിന്റെ ആവശ്യമില്ല. അത് പോയോ? അതെ, ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് 4 പേർക്കല്ലാണ്ട് വേറെ ഇവിടെ ഉള്ള ഒരാൾക്കും എന്നെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ലേ? പറ്റൂലേ? അതെ. എടാ ഇത് ഈ മൂപ്പിലാന് ഒരു 2 പേക്ക് ഒഴിച്ചു കൊടുത്തേ. ഏത് മൂപ്പിലെ? ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആളില്ലേ? അതിന് തൊപ്പിയും മൂപ്പിലാനും അവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലേ? ഈ ഗതയൊക്കെ പിടിച്ചിട്ട് ആളില്ലേ? ഞാൻ ആരെയും കാണുന്നില്ലെന്ന്. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ശരിക്കും ഇത് ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ആണ്. അല്ല, ആ കണ്ണാടിയിലേക്ക് നോക്കിയേ. ഇയാളാടെ കണ്ണാടിയിൽ കാണുന്നില്ല. നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, ഇയാളെ കാണുന്നില്ല. ശരിയാണല്ലോ. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ്. നിങ്ങൾ 4 പേരും ഇന്ന് മരിക്കും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നാണ് ഞാൻ. അയ്യോ, കാല. ഞങ്ങൾ 4 പേരും ഇങ്ങനെ മരിക്കും. അതെ, ഈ സ്ത്രീയുടെ ഓട്ടോയിലാണോ നിങ്ങൾ 3 പേരും വന്നത്? അല്ലല്ല, ഞാൻ അല്ലല്ല. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ഈ സ്ത്രീയുടെ ഓട്ടോയിൽ പോകുമ്പോൾ ഈ ഓട്ടോ ഇടിക്കുന്നു. നിങ്ങൾ 4 പേരും സാറ് BMW-ലാണ് പോകുന്നത്. ഓടി കാറിലാണ് സ്റ്റീഫൻ സാർ പോകുന്നത്. ഞാനും ഇയാളും ഓടിക്കാണ് പോകുന്നത്. ഇവര് 2 പേരുമാണ് ഓട്ടോക്ക് പോകുന്നത്. ആ ഓട്ടോ മറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മരിക്കും? ആരാന്ന് പറഞ്ഞത്? സ്റ്റീഫൻ സാറ്. സ്റ്റീഫനോ? ഇത് തങ്കപ്പൻ. യെസ്, യു ആർ കറക്റ്റ്. അപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി അത് മോഹൻലാൽ. ഇവൻ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്നവനാണ്. ഇവന്റെ അടുത്ത് 10 പൈസ പോലും എടുക്കാൻ. അപ്പൊ പിന്നെ ഞങ്ങൾ ഈ ഓട്ടോയിലെ ഓടിയിൽ നിങ്ങൾ എങ്ങനെ പോകുന്നു? ഇവിടെ കാശ് കൊടുക്കാൻ ഇവരുടെ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ അവൻ ഓടിപ്പോവും. അങ്ങനെ നിങ്ങൾ ഈ ഓട്ടോയുടെ മുമ്പിൽ വന്ന് വീഴുന്നു. ഈ ഓട്ടോയിൽ പോകുമ്പോൾ ഇങ്ങനെ താക്കോൽ എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓട്ടോ ഇടിച്ച് നിങ്ങൾ 4 പേര് മരിക്കുന്നു. അയ്യോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇവരല്ലേ മദ്യപിച്ചത്? ഞാൻ മദ്യപിച്ചതല്ലല്ലോ.
എന്നെ ഒന്ന് ഒഴിവാക്കി താ. കാല കാല എന്റെ മോളുടെ കല്യാണമാണ് കാല. ഞാൻ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തേക്കണേന്ന് കാല. കാല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 കൊച്ചു പിള്ളേരെ ഉള്ളത്. അതുങ്ങളെ വളർത്താൻ വേണ്ടിട്ടാ ഞാൻ ഈ ഓട്ടോയിട്ട് ഇറങ്ങിയത്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക. എന്തുകൊണ്ട് നിർത്താൻ വേണ്ടി ഞാൻ വന്നത്? അതായത് ന്യൂ ഇയർ ആണ്, നമ്മൾ അടിക്കത്തില്ല. അതെ കാല. ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം തരാം. നിങ്ങൾ 12 മണിക്ക് മുമ്പ് കൂടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം വരെ ഞാൻ ആയുസ് നേടിത്തരാം. കാലന്മാരെ എന്നെ കുടിക്കല്ലേ? ഇല്ല, കൂടി നിർത്തി. പ്രതിജ്ഞയെടുക്ക്. കൈ വെച്ചോ. കൈ വെക്കണോ? കൈ വെക്കണം. ഞാനെന്തിനാ വെക്കുന്നത്? നീ മരിക്കാൻ പോണല്ലേ? ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ഞാൻ ഫെർണാണ്ടസ് ആയില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി മദ്യപിക്കില്ല. സത്യം സത്യം സത്യം. ഉറപ്പല്ലേ? 12 ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.